ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജീവിക്കേണ്ട വഴിയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട സത്യത്തെക്കുറിച്ചും ആകേണ്ട ജീവിതത്തെക്കുറിച്ചും സംശയമില്ലാതെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ജീവിതത്തിൽ നമ്മെ നയിക്കുവാൻ അറിവും കഴിവും പ്രാപ്തിയുമുള്ള ഒരാളുണ്ടാവുന്നത് എത്ര ആശ്വാസദായകമാണ്. ഒരു വഴിവിളക്കായി കൂടെ നിൽക്കുന്ന അനുഭവം, വഴിതെറ്റാതെ ഒരു സഹയാത്രികനെ പോലെ കൂടെ ആവുന്ന അത്ഭുതം. ചിലപ്പോഴെങ്കിലുമൊക്കെ തെറ്റിപ്പോകുവാനിടയുള്ളിടങ്ങളിൽ നേരിൻ്റെ പാതകൾ തെളിക്കുന്ന നല്ലൊരിടയൻ, നന്മ നിറഞ്ഞ ജീവിത വഴികൾ നമുക്ക് സമ്മാനിക്കുന്ന ശ്രേഷ്ഠത. ഇനി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് ക്രിസ്തു നൽകുകയാണ്. ഇഹലോക ജീവിതം പരലോക ജീവിതത്തിലേക്ക് ചേർന്നു പോകേണ്ട ഒരു അത്ഭുതമാക്കണമെന്നാണ് പഠിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ വിട്ടൊഴിയേണ്ട ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാലുറപ്പിച്ച് നിൽക്കുന്ന ഭൂമി നമ്മുടേതല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അത് ജീവിക്കുവാനും നന്മയിൽ വ്യാപരിക്കുവാനും കൃപ നിറഞ്ഞ ജീവിതം വഴി സ്വർഗരാജ്യം കരഗതമാക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലായി മാറപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു സ്ഥലം സജ്ജമാക്കാൻ പോകുന്നു എന്നവൻ്റെ വാക്കുകൾ നമ്മൾ ജീവിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായൊരിടത്തെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു വാടക വീട്ടിൽ നിന്നും സ്വന്തമായ ഭവനത്തിലേക്കുള്ളൊരു യാത്ര പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നിത്യതയുടെ ഒരു മുന്നാസ്വാദനമാവട്ടെ ഈ ഭൗമിക ജീവിതമെന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയല്ലേ. വഴിതെറ്റിപ്പോകുവാനും തെറ്റായ ചിന്തകളിൽ നിബദിച്ചു പോകുവാനും അസത്യങ്ങൾ ജീവിതത്തെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ജീവിത ചിന്തകളെ വ്യതിചലിപ്പിക്കുവാനും സാധിക്കുന്നിടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടേക്ക് ഒരു മുൻകരുതൽ പോലെ വചനം കാതുകളിൽ പതിക്കുന്നു, ഹൃദയത്തിൽ നിറയുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ വഴി, ഞാൻ തരുന്നതാണ് നിങ്ങളുടെ ജീവിതം, ഞാൻ ജീവിച്ച് കാട്ടിത്തന്നതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട സത്യം. മറ്റൊന്നും നമുക്ക് മറച്ചു ചിന്തിക്കാനില്ലാത്ത സംശുദ്ധമായൊരു പ്രബോധനം. ഇത് വെറും ഒരു വാക്കുകളല്ല, ഒരു ജീവിതം തന്നെയാണ്. ക്രിസ്തു തന്നെ ജീവിച്ച, ക്രിസ്തു തന്നെ ആയിരുന്ന, ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ആകുവാൻ ശ്രമിക്കുന്ന നന്മയുടെ അന്തസത്ത. ആ ജീവിതത്തിലേക്ക് നമുക്കും കടന്നു പോകാം. കൂടെ ജീവിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന ഇത്രമാത്രം ബന്ധങ്ങളുണ്ടാവുന്നുണ്ട്. മനസ്സറിയാതെ പോകുന്നതല്ലേ മനപ്രയാസത്തിൻ്റെ കാരണങ്ങളൊക്കെ. ചിലപ്പോൾ ഇടറിപ്പോകുന്ന മനുഷ്യരായി നമ്മൾ മാറപ്പെടുന്നുണ്ട്. ഇത്രയും കരുതലും കാവലും നൽകിയിട്ടും പലപ്പോഴും കണ്ണുവിട്ടിച്ച് കടന്നു കളയുന്ന കള്ളന്മാരെ പോലെ ആയിപ്പോകേണ്ടത് നമ്മുടെ ഒരു ഗതികേടുകളല്ലേ. എന്നാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ വഴിതെളിക്കുന്ന, തെറ്റാത്ത പാതകളിൽ നമ്മളെ കൊണ്ടുപോകുന്ന, നന്മ നിറഞ്ഞ വിശുദ്ധ ജീവിതം പ്രദാനം ചെയ്യുന്ന, ജീവിതം അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ആസ്വദിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നവൻ്റെ പിന്നാലെയാണ് നാം പ്രയാണം ചെയ്യേണ്ടത്. സ്നേഹത്തോടെ നമുക്ക് പങ്കിട്ട് തന്ന എന്തുമാത്രം നന്മയുടെ സന്ദേശങ്ങൾ, ജീവിതത്തിൽ ചേർത്തണച്ച് എന്തുമാത്രം കരുണ നിറഞ്ഞ അനുഭവങ്ങൾ, അതിനോടൊപ്പം തന്നെ സഹനങ്ങളിൽ പോലും സന്തോഷത്തോടു കൂടി അത് കൈവരിച്ചുകൊണ്ട് കാരുണ്യം നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്ന ആത്മാർത്ഥത, അതുതന്നെയാവട്ടെ നമ്മുടെയൊക്കെ ജീവിത പ്രയാണങ്ങൾക്ക് പ്രേരണയാവേണ്ടത്. നമ്മുടെ വാസസ്ഥലം ദൈവത്തോടൊപ്പമാണ്. നാം ജീവിക്കേണ്ടത് ദൈവകൃപയിലാണ്. നമ്മുടെ സത്യം നമുക്ക് പഠിപ്പിച്ചു തന്ന ക്രിസ്തു തന്നെയാണ്. അവൻ നമ്മോടൊപ്പമുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മെ നയിക്കുന്നുവെങ്കിൽ അവൻ്റെ പിന്നിൽ അണിചേരുമ്പോൾ വഴിതെറ്റുകയില്ല, വഴിപിഴയ്ക്കുകയുമില്ല. സത്യമായ വഴികളിലൂടെയും നിത്യമായ ജീവിതത്തിലും നമുക്ക് സസന്തോഷം ജീവിക്കുവാൻ, പ്രവേശിക്കുവാൻ സാധ്യമാകുക തന്നെ ചെയ്യും. ആമീൻ.